നോമ്പ് തുറക്കുന്ന നേരത്തേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് അധികം എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നോമ്പിന് മാത്രമല്ല കേട്ടോ, എല്ലാത്ത ടൈമിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള കവറിങ് ഒന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റായ ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് നേരെ ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പൊലങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണേ. നേരെ ചൂടുള്ള പാൽ തന്നെ എടുക്കണം കേട്ടോ. ആ ഈസ്റ്റിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് തന്നെ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് പാലാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടി അല്പം ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊരു ക്ലീൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങിയിട്ട് കിട്ടുക. അപ്പോൾ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമ്മൾ ഇതെങ്ങനെയാണ് പരത്തിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇത് അരമണിക്കൂറൊക്കെ ആയപ്പോഴേക്കിന് നമ്മുടെ ഈ ഒരു ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് അധികമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയിട്ട് എടുത്താൽ മതി. ഇനി ഇതൊന്നും കൂടെ ഒന്നങ്ങ് കുഴച്ചിട്ട് എടുക്കാം കേട്ടോ. ഒന്നും കൂടെ ഒന്നങ്ങ് ഇതുപോലെ ഒന്നങ്ങ് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കണേ. എന്നിട്ട് ഒന്ന് ഇത് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഉള്ളിലോട്ടിലാക്കി ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണേ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോർഡിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ഡോ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് പരത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇതുപോലെ പരത്തി 2 സൈഡിലും കുറച്ചൊന്ന് പൊടിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നങ്ങ് പരത്തിയിട്ട് എടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്നങ്ങ് പരത്തിയിട്ട് എടുക്കണം. വല്ലാണ്ട് അങ്ങ് തിന്നാക്കി എടുക്കേണ്ട. ഒരു മീഡിയം സൈസിൽ കുറച്ചൊരു കട്ടിക്കായിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു കട്ടി വരുന്നത്. കണ്ടില്ലേ, ഇത്രയ്ക്ക് ഒരു കട്ടിക്കാണ് അതൊന്ന് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ളൊരു കട്ടർ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന കട്ടർ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏത് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു സൈസിൽ കിട്ടാൻ വേണ്ടി കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു കട്ടർ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുപോലെ കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും ബോട്ടിലിൻ്റെ ടോപ്പോ അടപ്പ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു മാവ് നമുക്ക് വീണ്ടും കുഴച്ചിട്ട് ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഡോ വെച്ചിട്ട് ഞാനിവിടെ ഒരു 6 പീസാണ് കേട്ടോ, ഇതുപോലെ 6 കവറിങ്ങാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഒട്ടും ഓയിലോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യാം കേട്ടോ. 2 രീതിക്കും ചെയ്തെടുക്കാം. ഫ്ലെയിം മാക്സിമം സിമ്മിലാക്കിയിട്ട് വെക്കുക കേട്ടോ. ഒട്ടും കൂടി പോകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവായിട്ട് കിട്ടൂല. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ. താഴ്ഭാഗം ഒന്ന് ചൂടായി വരുമ്പോഴേക്കിന് അത് ഇങ്ങനെ പൊങ്ങിയിട്ട് വരും. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കിന് ഒന്നും കൂടെ അങ്ങനെ പൊങ്ങി വരും കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചും ആക്കിയിട്ട് നമ്മളിങ്ങനെ ചുട്ടെടുത്താൽ മതി. കുറച്ച് ടൈം എടുത്താലും പെട്ടെന്ന് തന്നെ അങ്ങ് ആയിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഈസ്റ്റൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിയിട്ട് വരും ചെയ്യും. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് തന്നെ ഉണ്ട്. കളർ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ചേഞ്ച് ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ടൈമും കൂടെ അങ്ങനെ തിരിച്ചും മറിച്ചും ആകുമ്പോഴേക്കിന് തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുക. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കവറിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അല്ലേ ഇതുപോലെ അങ്ങ് എടുക്കാം. അത്യാവശ്യം നല്ല പൊങ്ങിയ വന്ന് നല്ല ഉണ്ടായ പോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങ് എടുക്കാം. ഇനി അതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്കൊരു 250 ഗ്രാമോളം ചിക്കൻ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങ നീര് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ഒന്ന് പരത്തിയിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി. മിക്സ് ചെയ്ത് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. കുറഞ്ഞ അളവിൽ അങ്ങനെ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഏകദേശം ഇതായി വരുന്നുണ്ട്, ഒന്നും കൂടെ അങ്ങ് ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വലിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ ഒരു 6 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അധികം എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ 6 പച്ചമുളകൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ടൈം അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ വയന്ന് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് സ്വീറ്റ് കോണും അതുപോലെ തന്നെ ക്യാപ്സിക്കും പിന്നെ കുറച്ച് മല്ലിയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു 1/2 കപ്പ് സ്വീറ്റ് കോണും അതുപോലെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിടീൻ്റെ അടുത്ത് കണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് ടൈമും കൂടെ ഒന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുത്താൽ മതി കേട്ടോ. കൂടുതൽ ടൈമൊന്നും വേണ്ട. ഓൾറെഡി നമ്മൾ സ്വീറ്റ് കോൺ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഉപ്പിട്ടിട്ട്. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കുറച്ച് ടൈം ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോയാ സോസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കമ്മിയായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ അതെല്ലാം ഇതുപോലെ ഒന്നങ്ങ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് തിന്നാക്കി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് ചീസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ, അതായത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ സ്ലൈസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓരോ സ്ലൈസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ പീസായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഈ 4 സ്ലൈസൊക്കെ മതിയാവും. നമ്മളെടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് നമ്മളെടുക്കുന്ന ആ ഒരു പാനിനനുസരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ സൈസ് വരിക. അതുപോലെ തന്നെ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കണം അതിനനുസരിച്ചിട്ട്. ഇനി ഞാനിത് ഇതുപോലെ അങ്ങ് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു ഏകദേശം ഒരു 3-4 മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ ആ ചീസ് ഒന്ന് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ആ ചീസൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് വെക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഡോ വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കവറിങ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹോളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഞാനൊരു കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതിന് സെൻറ്ററിലും ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മയോണൈസ് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡ് മയോണൈസാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഹോം മെയ്ഡ് മയോണൈസിൻ്റെ. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു കവറിങ് എടുത്ത് അതിന് താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്നങ്ങ് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ്സിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇത്രങ്ങ് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചീസും ഈ ഒരു ഇതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ചിക്കനും ഫില്ലിങ്ങൊക്കെ ആയിട്ട് കൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഓയിലും ഇല്ല, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും കൂടെ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.